വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൻ്റെ ഏടുകളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ അവസാനം വരെയും ഭയലേശമന്യേ ഉറച്ചു നിന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളെയാണ് സാനൊസെ സെൽ ഗ്രൂപ്പ് ഇന്ന് ഇവിടെ സ്കിറ്റ് രൂപേണ അവതരിപ്പിക്കുന്നത്. ഈ സ്കിറ്റ് ഒരു കഥയായി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കുള്ള ജീവിച്ചിരിക്കുന്ന സന്ദേശമാണ്. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും യേശുവിൻ്റെ സ്നേഹത്തെയും കൃപയെയും ആഴത്തിൽ തിരിച്ചറിയുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം ഒരു ദിവസം ദൈവം ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുക്കലേക്ക് അയച്ചു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. മറിയ, ഭയപ്പെടേണ്ട, നിനക്ക് കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേർ വിളിക്കും. അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം ആയിത്തീരട്ടെ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. തൻ്റെ ചാർച്ചക്കാരത്തിയായ സെക്കരിയാവിൻ്റെ ഭാര്യ എലിസബത്തിനെ സന്ദർശിക്കുന്നു. വന്ദനം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. യേശു അധികാലത്ത് ദേവാലയത്തിൽ ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തുന്നു. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഇത് കേട്ട് ശാസ്ത്രിമാരും പരീശന്മാരും മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി അവിടെ നിന്നും കടന്നു പോകുന്നു. സ്ത്രീയെ, അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി മേലാൽ പാപം ചെയ്യരുത്. യേശുവിനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഇരിക്കുന്നു. എൻ്റെ ഉള്ളിൽ വളരെ ഇരുട്ടുണ്ട്. എന്നിൽ ദുരാത്മാക്കളുടെ ആവാഹനമുണ്ട്. എനിക്ക് മോചനം വേണം കർത്താവേ. മറിയമേ, ഞാൻ നിന്നെ വിടുവിക്കുന്നു. ദുരാത്മാക്കളെ, പുറപ്പെട്ടു പോകുവിൻ.
കർത്താവേ, ഞാൻ മോചിതയായി, ഞാൻ സ്വതന്ത്രയായി. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്, വിടുതലിനെ അയച്ചു തരുന്നവനാണ്. പന്ത്രണ്ട് വർഷമായി രക്തസ്രവമായി തനിക്കുള്ള എല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പരവശയായ ഒരു സ്ത്രീ യേശുവിനെ കാണുവാനായി കടന്നു വരുന്നു. അവന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. എന്നെ തൊട്ടതാര്? കർത്താവേ, ഞാൻ തന്നെയാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തും. ബഥാന്യയിലെ ശിമോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ സുഗന്ധതൈല പാത്രവുമായി അവിടേക്ക് വന്നു. അത് അവൾക്കുണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്തായിരുന്നു. അവൾ ഒന്നും സംസാരിച്ചില്ല, പക്ഷേ അവളുടെ പ്രവൃത്തി അവളുടെ സ്നേഹവും സമർപ്പണവും പറഞ്ഞു. ശിഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നു. ഇത്ര വിലയേറിയ തൈലം പാഴാക്കേണ്ടതുണ്ടായിരുന്നു. ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. യേശു പറഞ്ഞു, അവളെ വിട്ടേക്കൂ. അവൾ എനിക്ക് നല്ല പ്രവൃത്തി ചെയ്തു. എൻ്റെ ശവസംസ്കാരത്തിനായി അവൾ എന്നെ ഒരുക്കിയിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തൊക്കെയും ഈ സ്ത്രീ ചെയ്ത ഈ സ്നേഹപ്രവൃത്തിയും ഓർക്കപ്പെടും. പീലാത്തോസ് തന്റെ രാജകീയ കസേരയിൽ ഇരിക്കുന്നു. യേശുവിനെ വിസ്തരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ആ നീതിമാനാൽ ഞാൻ സ്വപ്നത്തിൽ കഷ്ടം അനുഭവിച്ചു. അമ്മേ, അത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പാകാം. ആ നീതിമാനെ നിങ്ങളൊന്നും ചെയ്യരുത്. യേശുക്രിസ്തുവിൻ്റെ അറസ്റ്റും ക്രൂശീകരണവും നടന്നപ്പോൾ ഭയം ശിഷ്യന്മാരുടെ ഹൃദയം പിടിച്ചെടുത്തു. യേശുവിനോടൊപ്പം നടന്നവരും അവനോട് വിശ്വസ്തരായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവരും എല്ലാവരും ഓടിമറഞ്ഞു. എന്നാൽ ക്രൂശിൻ്റെ അടുക്കൽ ഒരു വിശ്വസ്ത കൂട്ടർ നിലകൊണ്ടു. ഭക്തിയുള്ള സ്ത്രീകൾ. അവർ ഭയത്താൽ ഓടിപ്പോയില്ല. വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് അവർ അവിടെ നിലകൊണ്ടത്. മറ്റുള്ളവർ ദൂരത്തുനിന്ന് നോക്കുകയോ മറഞ്ഞു പോകുകയോ ചെയ്തപ്പോൾ ഈ വിശ്വസ്ത സ്ത്രീകൾ യേശുവിൻ്റെ വേദനയ്ക്ക് സാക്ഷികളായി ധൈര്യത്തോടെ ക്രൂശിനരികിൽ തന്നെ നിലകൊണ്ടു. മഗ്ദലന മറിയം കണ്ണുനീരോടുകൂടി യേശുവിനെ അടക്കിയ കല്ലറയുടെ അടുത്ത് നിൽക്കുന്നു. കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ട് ഭയത്തോടെയും അതിശയത്തോടെയും നിൽക്കുന്നു. മറിയേ, റബ്ബോനി, എൻ്റെ കർത്താവേ, അങ്ങ് ജീവനുള്ളവനായിരിക്കുന്നു.
എൻ്റെ സഹോദരന്മാരോട് പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നറിയിക്ക. നീ കണ്ടതും കേട്ടതും അവരോട് പറക. അതേ കർത്താവേ, ജീവൻ ജയിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് പറയുവാൻ ഞാൻ പോകുന്നു. ക്രൂശിൻ്റെ നിഴലിൽ ലോകം മുഴുവനും ഭയന്ന് വിറച്ചു നിന്ന നിമിഷത്തിൽ ഭയം ശിഷ്യരെ ചിതറിച്ചപ്പോൾ പോലും വിശ്വാസത്തിൻ്റെ ദീപം ഹൃദയത്തിൽ കത്തിച്ചുകൊണ്ട് ചില സ്ത്രീകൾ യേശുവിനോടൊപ്പം അവിടെ നിലകൊണ്ടു. അവരുടെ സാന്നിധ്യം വാക്കുകളില്ലാത്ത ഒരു സാക്ഷ്യമായി മാറി. സ്നേഹം പിൻവാങ്ങാത്തതും വിശ്വാസം നശിക്കാത്തതുമാണ്. ക്രൂരതയും അപമാനവും നിറഞ്ഞ ആ ഘട്ടത്തിൽ അവർ ദൈവത്തിൻ്റെ വേദനയോടെ ചേർന്ന് നിന്നു. അതുകൊണ്ട് തന്നെ പ്രത്യാശയുടെ പ്രഭാതം അവർക്ക് ആദ്യം ദർശനമായി. ക്രൂശിൻ്റെ അടിയിൽ വിതച്ച വിശ്വസ്തതയാണ് പുനരുദ്ധാനത്തിൻ്റെ മഹിമയായി വിരിഞ്ഞത്. കാലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നമ്മുടെ ആത്മാക്കളെ ഉണർത്തുന്ന ഒരു ദിവ്യസ്മരണയായി അത് നിലനിൽക്കുന്നു.